ഇന്നാളെ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയാ അവളുടെ ഇക്കാൻ്റെ വെഡ്ഡിങ്ങിന് ഒരു ഹെന്ന കോൺ കൊണ്ടുവരുമോ ചോദിച്ചു. ഞാനപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. പിറ്റേന്ന് ഞാൻ സ്കൂളിലേക്ക് ഹെന്ന കോണൊക്കെ കൊണ്ടുപോയി. ഇൻ്റർവ്യൂവിന് ഞാൻ അവൾക്ക് കൊടുക്കാൻ പോയ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ബാഗിൽ സ്ഥലമില്ല, ഞാൻ സ്കൂൾ വിട്ടിട്ട് പോകാൻ നേരം നിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അന്നാണെങ്കിൽ വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ടായിന്. നമ്മൾ രണ്ടും രണ്ട് ബാച്ചായത് കാരണം കാണാനും പറ്റില്ല. അവരുടെ ബാച്ചിൽ നേരത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിന്. ഞങ്ങളെ വിടാൻ ഏകദേശം അരമണിക്കൂറോളം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ബാച്ചിലുണ്ടായിരുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത് അവൾ നിന്നെ ഇവിടെ കാത്തു നിന്നിട്ടുണ്ടായിന്, പിന്നെ അവൾക്ക് ബസ് കിട്ടാൻ വൈകുന്നതുകൊണ്ട് അവൾ ഞങ്ങളോട് പറഞ്ഞിട്ട് പോയതാന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് സങ്കടമായി. ഞാൻ വീട്ടിലെത്തിയിട്ട് ഉമ്മയോട് പറഞ്ഞ സമയത്ത് ഉമ്മ എന്നോട് പറഞ്ഞു, അവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, കാരണം അവൾക്ക് ബസ് കിട്ടാത്ത വൈകുന്നതുകൊണ്ടല്ലേ അവൾ വേഗം പോയത് പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ അപ്പുറത്തെ വീട്ടിലെ ഒരു താത്ത വിളിച്ചിട്ട് മൈലാഞ്ചി ഉണ്ട് ചോദിക്കുന്നത്. അവർക്ക് അവരുടെ റിലേറ്റീവിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത്. അതും 5 കോണായിരുന്നു ചോദിച്ചത്. എനിക്കപ്പം തന്നെ ഞാൻ വണ്ടറടിച്ചു പോയില്ലേ. കാരണം ഒരു കോണ് കൊടുക്കാൻ പറ്റാത്ത സങ്കടത്തിലിരിക്കുന്ന എനിക്ക് ഇത്ര പെട്ടെന്ന് 5 കോണിൻ്റെ ഓർഡർ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു ദുഃഖത്തിന് പുറമെ ഒരു സന്തോഷം ഉണ്ടാകുന്നുള്ള തിയറി ഞാൻ അന്നാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. പിറ്റേന്ന് ഞാൻ സ്കൂളിൽ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നോട് വന്നിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിന് അത് വാങ്ങാൻ പറ്റാത്തതിൽ. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും സാരില്ലടാ, നിൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ നീ വേഗം പോയത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചപ്പോൾ അവൾക്ക് സന്തോഷമായി. എൻ്റെ കോൺസൊക്കെ ചിലവായതിൽ എനിക്കും സന്തോഷമായി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.